പിണറായിയിലെ 1-ാം ബൂത്തിലേക്ക് മുഖ്യമന്ത്രി സ്ലിപ്പൊക്കെ വാങ്ങിച്ച് കൃത്യമായിട്ട് അതിൻ്റെ പ്രക്രിയ അനുസരിച്ച് തന്നെ നീങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പമാണ് അദ്ദേഹം വോട്ട് ചെയ്യാൻ വന്നത്. കമല ടീച്ചറും മകൻ വിവേക് കിരണും അതുപോലെ മകൾ വീണ വിജയനും വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. എപ്പോഴും വളരെ നേരത്തെ തന്നെ സ്വന്തം നാട്ടിലെത്തുന്ന ഒരു പ്രകൃതക്കാരനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തെ ഇങ്ങനെ തന്നെയാണ് കാണുക. വളരെ നേരത്തെ തന്നെ അദ്ദേഹം കണ്ണൂരിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ തിരക്കിൽ നിന്നൊക്കെ അകന്ന് സാധാരണ ഒരു സമ്മതിദാന അവകാശം രേഖപ്പെടുന്ന ആളെ പോലെ തന്നെ ബൂത്തിൽ കടന്ന് മുഖ്യമന്ത്രി വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു. അത് വളരെ നല്ല സന്തുഷ്ടനായിട്ടാണ് അദ്ദേഹം ഇന്ന് ബൂത്തിൽ എത്തിയിരിക്കുന്നത്. അദ്ദേഹം വോട്ട് ചെയ്യാൻ പോകുന്ന നിമിഷമാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്ത ഒരു ശീലം മുഖ്യമന്ത്രിക്കുണ്ട്. മാത്രമല്ല ഈ അവസരത്തിലാണ് അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചവരും സഹപാഠികളും സൗഹൃദം സൂക്ഷിക്കുന്നവരും കൂടെയുള്ള സഹാക്കളെ അവരെയൊക്കെ കാണാൻ അദ്ദേഹത്തിന് കിട്ടുന്ന തിരക്കുകൾക്ക് ഒന്ന് അകന്ന് അദ്ദേഹത്തിന് കിട്ടുന്ന അപൂർവമായ അവസരം കൂടിയാണിത്. സ്ഥാനാർത്ഥിയൊക്കെ അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കി അദ്ദേഹം വോട്ട് ചെയ്യുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വോട്ട് പിണറായി 1-ാം ബൂത്തിലാണ്. വോട്ട് ചെയ്ത് കഴിഞ്ഞ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്ന് ഈ ശബ്ദത്തിൻ്റെ ഈ പീപ് ശബ്ദത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. എത്രയോ വർഷങ്ങളായി പിണറായിയിലെ ജനങ്ങൾക്ക് അദ്ദേഹം സമ്മതിദാനാവകാശം രേഖപ്പെടുന്ന നിമിഷങ്ങളൊക്കെ അറിയാം. കുടുംബസമേതം അദ്ദേഹം സുഹൃത്തുക്കൾക്കൊപ്പം അദ്ദേഹം സ്ഥാനാർത്ഥികൾക്കൊപ്പം എത്തിയാണ് ഇന്ന് പിണറായി 1-ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം ഇപ്പോൾ മടങ്ങുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ദീപക് തർമ്മൺ വീണ്ടും ചേരുന്നു. അദ്ദേഹം പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ സംഘമെല്ലാം മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ അവിടെ കൂടിയിട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം വോട്ടെടുപ്പിൻ്റെ ദിവസം വളരെ വളരെ പ്രധാനമാണ്. എന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രത്യേകിച്ച് സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ നടത്തിയിട്ട് നീങ്ങിയതേയുള്ളൂ. ആ സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, തെരഞ്ഞെടുപ്പ് ചട്ടം അനുസരിച്ച് പോളിംഗ് ബൂത്തിൽ നിന്ന് ഇത്ര മീറ്റർ അകലെ നിന്നുകൊണ്ട് മാത്രമേ മാധ്യമ സമ്മേളനമോ പത്രവാർത്തകളോ ഒക്കെ ചെയ്യാൻ പാടുള്ളൂ എന്ന നിയമം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം സംസാരിക്കാൻ സാധ്യതയുണ്ട്. മാധ്യമപ്രവർത്തകർ ദൂരെ മാറി നിൽക്കുകയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദീപക് തർമ്മടം നമ്മുടെ പ്രതിനിധി അവിടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പ്രേക്ഷകരിലെത്തിക്കാനുള്ള സംഭവമായി നമ്മുടെ വാർത്താ സംഘം ഈ പിണറായിയിലെ 1-ാം ബൂത്തിലുണ്ട്. അദ്ദേഹം കുടുംബസമേതം എത്തി. അദ്ദേഹം വോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അദ്ദേഹം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ കാണും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദീപക് തർമ്മടം കൂടി നമുക്ക് ലേറ്റസ്റ്റ് വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ എൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും വോട്ട് രേഖപ്പെടുത്തി. അദ്ദേഹം ഇപ്പോൾ ആ ബൂത്തിലുള്ളവരുമായി സംസാരിക്കുന്നു. ഇനി പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ മാധ്യമങ്ങളെ കാണും. വലിയ രീതിയിൽ മാധ്യമങ്ങളുടെ നിറഞ്ഞ ഒരു വലിയ സംഘം തന്നെ ഇവിടെ പിണറായിയിൽ എത്തിയിട്ടുണ്ട്. ഈ ഗ്രാമപ്രദേശത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത് എന്ത് സംസാരിക്കുമെന്നുള്ളത് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. കാരണം നിരവധി വിവാദ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. പാലസ്തീൻ മുതൽ പാലത്തായി വരെ ചർച്ച ചെയ്യപ്പെട്ടു, ശബരിമല ചർച്ച ചെയ്യപ്പെട്ടു. അങ്ങനെ നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് രേഖപ്പെടുത്തി എന്തു പറയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിനകം അദ്ദേഹം നടന്ന് ഇങ്ങോട്ടേക്ക് നീങ്ങും. ഇതാ ഇപ്പോൾ മുഖ്യമന്ത്രി ബൂത്തിൽ നിന്നും ഇറങ്ങി ഇങ്ങോട്ടേക്ക് ഈ മാധ്യമങ്ങളെ കാണാൻ വേണ്ടി ബൂത്തിന് പുറത്ത് ക്രമീകരിച്ച സ്ഥലത്തേക്ക് അദ്ദേഹം നീങ്ങുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.